നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനഃപൂർവമോ അല്ലാതെയോ മുക്കുന്ന ചില വാർത്തകളുണ്ട്. അതിനകത്ത് കൃത്യമായി നോക്കുമ്പോൾ അറിയാം ഇരകൾ ആരാണെന്നും വേട്ടക്കാരാണ് ആരാണെന്നും. ആരെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇവർ വാർത്ത കൊടുക്കാത്തതെന്ന് നമുക്കറിയാം. സമാധാന പ്രിയരാണ്, പക്ഷേ ജീവിതത്തിലോ പ്രവൃത്തിയിലോ വാക്കുകളിലോ സമാധാനം ലവലേശം പോലുമില്ല. പക്ഷേ അവര് തന്നെ വിളിക്കുന്നത് സമാധാന മതക്കാർ എന്നാണ്. അതുകൊണ്ട് അവരെ സംബന്ധിക്കുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ മിക്ക മാധ്യമങ്ങൾക്കും ഭയമാണ്. നാളെ ആ മാധ്യമം അവിടെ ഉണ്ടാകുമോ ഇല്ലേ എന്നറിയില്ലല്ലോ. ആ രൂപത്തിലാണ് തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കുകയും തീവ്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയോ ചെയ്യാൻ മടി കാണിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ ജനാധിപത്യവാദികളാണ് എന്ന്, ഞങ്ങൾ സെക്യുലറിസ്റ്റുകളാണ് എന്ന് മുഴത്തിന് 300 വട്ടം പറയുകയും ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ കേരളക്കര തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കാൻ സാധിക്കുന്നവർ പ്രതികരിക്കുന്നുമുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന ഇത്തരം വേട്ടക്കാരുടെ വാർത്തകൾ പൊക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ എമ്പാടുമുള്ളതുകൊണ്ട് ഒരു പരിധിവരെ ജനങ്ങൾക്ക് ആശ്വസിക്കാം. മലപ്പുറത്ത് നടനും അധ്യാപകനുമായ അബ്ദുൽ നാസർ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായത് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ വാർത്തയെ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. നാമമാത്രമായിട്ടെങ്കിലും ആ വാർത്ത കൊടുക്കാൻ നിർബന്ധിതരായ മാധ്യമങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒളിപ്പിച്ചു വെച്ചു. കാരണം ചിത്രം പുറത്തുവിടാൻ പാടില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി വേദികളിൽ നിത്യ സാന്നിധ്യമാണ് ഈ ലൈംഗിക പീഡകനായ അബ്ദുൽ നാസർ. ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അയ്യൂബാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവരാതിരിക്കാൻ അയ്യൂബിന് പണം വരെ വാഗ്ദാനം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം ഇപ്പോൾ വൈറലാണ്. ഷമീർ TP ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വാർത്ത പുറത്തെത്തിക്കാതിരിക്കാൻ എല്ലാ മീഡിയകളും ചാനലുകളും നമ്മളോട് സഹകരിച്ചു. പക്ഷേ മരക്കലെ കുന്നിലെ ഈസ്റ്റ് ലൈവ് ചാനൽ നടത്തുന്ന അയ്യൂബ് ഉണ്ടല്ലോ, ആ ഡിവൈഎഫ്ഐക്കാരൻ, അവൻ വാർത്ത പുറത്തെത്തിക്കുമെന്ന് വാശി പിടിച്ചു. എത്ര പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും പലരെ കൊണ്ട് വിളിപ്പിച്ചിട്ടും അവൻ സമ്മതിച്ചില്ല. അവനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വണ്ടൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ സിനിമാ സീരിയൽ നടനും അധ്യാപകനുമായ വണ്ടൂർ സ്വദേശി മുക്കണ്ണൻ അബ്ദുൽ നാസറിന്റെ സുഹൃത്ത് അവരുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ ശബ്ദ സന്ദേശത്തിലെ ചില വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. അധ്യാപകൻ അകപ്പെട്ട പ്രതിസന്ധിയിൽ അയാളെ അങ്ങനെ വിടാതെ അയാളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ പ്രയത്നിക്കുകയും അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സുഹൃത്തിന്റെ വോയിസ് സന്ദേശം അവസാനിക്കുന്നത്. അടുത്ത വർഷം റിട്ടയർമെന്റ് ആകുന്ന ഈ അധ്യാപകൻ അയാളുടെ അധ്യാപക കാലയളവിൽ എത്ര കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. മുഹസിൻ പരാരിയും സക്കറിയയും ചേർന്ന് സിനിമാ ലോകത്തെത്തിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക വേദികളിൽ നിത്യ സാന്നിധ്യമായ ഇയാളെ കുറിച്ചിട്ടുള്ള വാർത്ത എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാലത്തായി പോക്സോ കേസൊക്കെ 3 മാസത്തിലേറെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത മീഡിയ വൺ 1 മിനിറ്റെങ്കിലും ഈ വാർത്ത കൊടുക്കാൻ തയ്യാറായോ? CPIM അനുഭാവിയായ ഒരു നടനായിരുന്നു പ്രതി സ്ഥാനത്തെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തയെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? വണ്ടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രിയപ്പെട്ട അയ്യൂബ്, നിങ്ങളായിരുന്നു, നിങ്ങളുടെ ചിത്രം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആരായിരുന്നു? എല്ലാ മാധ്യമങ്ങളും കൂടി മൂടി വെക്കാൻ ശ്രമിച്ച ഒരു വാർത്തയെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പുറത്തെത്തിച്ച നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യം. നിങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ നിതാന്തമായ ജാഗ്രതയാണ് മുന്നോട്ട് കുതിക്കാനുള്ള ഈ നാടിന്റെ ഊർജം. ഇങ്ങനെയായിരുന്നു ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. വേട്ടക്കാരുടെ ജാതിയും മതവും നോക്കി വാർത്തകൾ മുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏതാണ്ട് നല്ലൊരു ശതമാനം പീഡന വാർത്തകളിലും ഏതാണ്ട് 99.9% വാർത്തകളിലും നമ്മുടെ കാക്കാമാർ തന്നെയാണ് കേമപ്പെട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് കൂടുതൽ വൈറലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയെ മുക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ ആ വാർത്തയൊന്ന് പൊക്കി. കാക്കയുടെ പേരും ഫോട്ടോയും സഹിത മാധ്യമങ്ങൾ അറിഞ്ഞു. ഏതൊന്നിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത് അത് സംഭവിക്കണം. കാക്കയുടെ പേരോ ഈ വാർത്തയോ ലോകത്താരും അറിയരുത് എന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് മുമ്പിലൂടെ ഈ വാർത്തയെ തട്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്. അതിനെയാണ് ആദ്യം നമ്മൾ എതിർക്കേണ്ടത്. സെക്യുലറിസ്റ്റുകളാണ് എന്നറിയപ്പെടുന്ന പത്തരമാറ്റ് 916 സെക്യുലറിസ്റ്റുകൾ ചെയ്യുന്ന ഇത്തരം ചില
രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം വേട്ടക്കാർ കാക്കാമാരാണെങ്കിൽ അവർ തന്ത്രപൂർവ്വം ഈ വാർത്തയും മുക്കും. നമുക്കറിയാം, കരിപ്പൂർ വിമാനത്താവളങ്ങളിലും കണ്ണൂര്, കൊച്ചി, ഇവിടെയൊക്കെ പിടിക്കപ്പെടുന്നതിലധികവും ഏതാണ്ടെല്ലാം നമ്മുടെ കാക്കാമാര് തന്നെയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ആ വാർത്തകളെ ഒന്നും ഹൈലൈറ്റ് ചെയ്യാത്തത്. പല രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഇപ്പോ ഇദ്ദേഹം അധ്യാപക കാലയളവ് ഏതാണ്ട് 1 മാസം കൂടെ ഉള്ളൂ അദ്ദേഹം റിട്ടയർഡ് ആകാൻ. ശരി, ഈ കാലയളവിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട്, ഇദ്ദേഹത്തിന്റെ പണവും പോപ്പുലാരിറ്റിയും വെച്ചിട്ട് എത്ര കുഞ്ഞുങ്ങളുടെ ജീവിതം, എത്ര കുഞ്ഞുങ്ങളുടെ മാനസിക നില, എത്ര കുഞ്ഞുങ്ങളുടെ ഭാവി ശരീരം ഇയാൾ കേടുവരുത്തിയിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ ഇദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കാപാലികരെ നിലയ്ക്ക് നിർത്തേണ്ടത്, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ബാധ്യസ്ഥരായ നമ്മളിൽ ഓരോരുത്തരും ഇതുപോലെയുള്ള വാർത്തകളെ ഇവരുടെ പണം കണ്ടും പദവി കണ്ടും രാഷ്ട്രീയ ഇടപെടൽ കണ്ടും ഈ വാർത്തകൾ മുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത എന്താ? നമ്മുടെ സഹജീവികളോടുള്ള പ്രതിബദ്ധത എന്താ? അദ്ദേഹം പീഡിപ്പിച്ച കുഞ്ഞ് നമ്മുടെ ആരുമല്ല. പക്ഷേ ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി വീഡിയോകൾ ചെയ്ത് അതിന്റെ നീതിക്ക് വേണ്ടി പൊരുതി ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാത്ത നീതി മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടിയിട്ടെന്തിനാ? ഇതുപോലെ ഒരു ഇരയും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനല്ലേ ശരിക്കും നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവരെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ പത്തരമാറ്റ് സെക്യുലറിസ്റ്റുകൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിലപാടുകൾ അറിയിച്ചാൽ ഉടനെ തന്നെ എത്തും വിളികൾ. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനേറ്റ കനത്ത പ്രഹരമാണ് എന്ന് കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞത് നമ്മൾ കേട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ ജമാഅത്തെ ഇസ്ലാമി വിമർശനങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന GIO ദക്ഷിണ കേരള സമ്മേളനത്തിൽ മറുപടി പറയുമ്പോഴാണ് മുജീബ് റഹ്മാൻ ഈ വിഷയം പറഞ്ഞത്. പാലക്കാട്ടെ വോട്ടർമാരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ച മുജീബ് റഹ്മാൻ പാലക്കാട് ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടായി എന്ന് പറഞ്ഞു. സെക്യുലർ പാർട്ടിയിൽ നിന്ന് അത്തരം സമീപനം ഉണ്ടായി. അപകടകരമായ രാഷ്ട്രീയമാണ് സമീപകാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം കളിക്കുന്നത് എന്നും ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. കാരണം നമുക്കറിയാം, ഇത്രയും പീഡനങ്ങളും പ്രീണനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായിട്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു DYFIക്കാരൻ കാണിച്ച ഏറ്റവും വലിയ ധൈര്യം, അതോ ജമാഅത്തെ ഇസ്ലാമിക്ക് അതൊരു കോട്ടം തന്നെയാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ രൂപത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സന്ദീപ് വാര്യർ പാർട്ടി മാറിയത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകളിൽ കൂടുതൽ തവണ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചായിരുന്നു എന്നും മുജീബ് പറഞ്ഞു. UDFന്റെ കൂടെ നിന്ന് ജമാഅത്തെ ഇസ്ലാമി BJPക്കെതിരെ പ്രവർത്തിച്ചതിന് MV ഗോവിന്ദൻ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് എന്ന് ചോദിച്ചു. എന്നു മുതലാണ് ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനയായത്? 2024 ശേഷമാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദി ഇലമെന്റ് അവര് കാണുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. നീണ്ട 10 കാലം പിന്തുണ സ്വീകരിച്ച പ്രസ്ഥാനത്തെയാണ് CPM ഇപ്പോൾ തീവ്രവാദികളാക്കുന്നതെന്ന് മുജീബ് റഹ്മാൻ പറഞ്ഞു. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ഒക്കെ പിന്തുണ കൊണ്ടാണ് പല പഞ്ചായത്തുകളും ഇന്നും ഈ സെക്യുലർ പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനത്തെ സാഹചര്യത്തിൽ അന്ന് തീവ്രവാദികളുടെ പിന്തുണ നിങ്ങൾക്ക് വേണമായിരുന്നോ? എന്നാണ് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളായത് എന്നതാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. കാരണം ഇവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ പതിയെ ഈ സെക്യുലറിസ്റ്റുകൾക്കും മനസ്സിലായി. അവരത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിവരെ കൊണ്ട് താങ്ങാനും കഴിയുന്നില്ല. നന്ദി.